ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതുപോലൊരു സിനിമയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു ബസ്, ഈ ബസ്സിൽ അർദ്ധരാത്രിയിൽ കയറുന്ന കുറച്ചധികം ആൾക്കാർ, ആ കൂട്ടത്തിൽ ഒളിച്ചോടുന്നവരുണ്ട്, കള്ളന്മാരുണ്ട്, ഒരു വക്കീലുണ്ട്, അങ്ങനെ പലതരം ആൾക്കാർ. ഈ ബസ്സിലേക്ക് ഒരു പോലീസുകാരൻ കൂടെ വന്ന് കയറുകയാണ്. അതും 16 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കൊലപാതക കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്. പിന്നീട് അങ്ങോട്ടേക്ക് നടക്കുന്നത് നിങ്ങൾക്കോ എനിക്കോ സങ്കല്പിക്കാൻ പറ്റാത്ത മറ്റൊരു രീതിയിലുള്ള സംഭവങ്ങളാണ്. ശരിക്കും നിങ്ങൾ കഥയുടെ ഒരു ഭാഗമെത്തുമ്പോൾ ശരിക്കും ഞെട്ടിയിരിക്കും, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചു പോകും. 100% കിടിലൻ കഥയാണ്, ധൈര്യമായിട്ട് കണ്ടോ. സിനിമ ആരംഭിക്കുന്നതിന് അർദ്ധരാത്രിയിൽ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുന്ന അംബാസിഡർ കാർ അത് കാണിച്ചുകൊണ്ടാണ്. ഒരു ഭാര്യയും ഭർത്താവുമാണ് അതിൽ യാത്ര ചെയ്യുന്നത്. അപ്പൊ നല്ല ക്ഷീണം തോന്നിയപ്പോ ഭാര്യ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഭർത്താവ് പറയണത്, എനിക്ക് ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചുകൂടെ? പിന്നെ ഈ നട്ടപ്പാതിരക്കല്ലേ പ്രകൃതിയുടെ സൗന്ദര്യം, ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോ ഈ ഭർത്താവ് ഉണ്ടല്ലോ അവളെ പേടിപ്പിക്കാനായിട്ട് ചെറിയൊരു കള്ളം പറയാണ്. പിന്നെ 13ാമത്തെ വളവാണ് വരാൻ പോകുന്നത്. ആ വളവിൽ എന്താ ഉള്ളതെന്ന് അറിയോ? ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. പലരും 13ാമത്തെ വളവിൽ വെച്ച് അവരെ കണ്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കും അവരെ കാണാന്ന് പറയണം. ഇത് കേട്ട സമയത്തിന് ആ സ്ത്രീ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് വെറുതെ നിങ്ങളിങ്ങനെ ഓരോ കഥ പറയല്ലേ, മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാൻ. ഇതും പറഞ്ഞ ആ ഒരു സ്ത്രീ ചെറുതായിട്ട് ഉറങ്ങാൻ നിൽക്കുമ്പോൾ ഉറങ്ങല്ലേ, 13ാമത്തെ വളവ് എത്തിയെന്ന് പറയാണ്. എന്നാൽ അപ്പൊ തന്നെ ഈ വണ്ടി ഓടിക്കുന്ന ആള് എന്തോ ഒന്ന് കണ്ടു. പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണ്. അടുത്ത നിമിഷം തന്നെ കാർ ആക്സിഡന്റ് ആവുന്നുണ്ട്. ആ രണ്ടുപേരും അവിടെ വെച്ച് മരണപ്പെടുകയാണ്. പിന്നീട് പല തവണയായിട്ട് വാർത്തകളിൽ ചുരത്തിലെ ഈ 13ാമത്തെ വളവിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഹോണ്ടിങ് ആയിട്ടുള്ള പല കഥകളും ആ നാട്ടുകാര് ആ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരോ വിളിക്കുന്നത് പോലെ തോന്നും, ആരോ നിൽക്കുന്നത് പോലെ തോന്നും. ഈ പറഞ്ഞതുപോലെയുള്ള ഓരോരോ കഥകള് സത്യമാണ് നുണയാണോ ആർക്കറിയാം. ചിലരൊക്കെ പറയുന്നത് ഭാവികാലവും ഭൂതകാലവും വർത്തമാനകാലവും ഇതെല്ലാം അവിടെയുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല എന്ന്. വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമായിരുന്നു അത്. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഡയറി. ഇതിനുശേഷം നേരെ നമ്മളെ ഒരു പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകണം. ട്രെയിനിങ് കഴിഞ്ഞ് ഒരു 100ഓളം പോലീസുകാർ അവിടെ ഉണ്ട്, അവരുടെ ചീഫ് അവിടെ ഉണ്ട്. അപ്പൊ അവരോട് ചീഫ് പറയുന്ന കാര്യം ദാ ഈ കാണുന്ന ഷെൽഫിൽ ഒരുപാട് കേസുകളില്ലേ, ഇതുവരെയായിട്ടും തെളിയിക്കപ്പെടാത്ത ഒരുപാട് കേസുകളാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിക്കോട്ടെ എന്ന് പറയാണ്. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള വരദനും ഉണ്ട് കേട്ടോ. അപ്പൊ ചീഫ് പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഫയൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ലേഡിയാണ്. അവര് വന്നിട്ട് പറയാണ്, കെട്ടിക്കിടക്കുന്ന കുറെ കേസ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക, നീ ഏത് കേസാ വരദ എടുക്കാൻ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വരദൻ പറയാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, കണ്ണും പൂട്ടി ഞാനൊന്ന് എടുക്കാൻ പോവാണ്. അങ്ങനെ വരദൻ ഒരു ഫയൽ എടുക്കുന്നുണ്ട്. 16 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു മർഡർ കേസാണ്. അതായത് ഊട്ടിയിൽ ഹണിമൂണിന് പോയ ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരാൾ കൊന്നുകളയും. പക്ഷെ ഇന്ന് വരെ ആ ഒരു കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു കേസാണ് നമ്മുടെ വരദൻ എടുക്കാൻ പോകുന്നത്. മാത്രമല്ല ഇവരുടെ ചീഫ് ഇവരോട് പറയുന്നുണ്ട്, കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആര് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, പക്ഷേ ആ ഏരിയയിലെ പോലീസുകാരുടെ പെർമിഷനോട് കൂടിയിട്ട്, അതായത് അവരുടെ അണ്ടറിലായിരിക്കണം നിങ്ങളുടെ കേസ് അന്വേഷണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വരദൻ നേരെ ഊട്ടിയിലേക്ക് വിടുകയാണ് കേട്ടോ. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഉദകമണ്ഡലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന SI നല്ല രീതിയിലൊന്നും അല്ല അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷന്റെ പേരിൽ പുതിയ ഓരോ പരിപാടികൾ. എന്തായാലും ഞാൻ ഒരു ഡ്രൈവറെ വിട്ടുതരാം. ഇത് പറഞ്ഞിട്ട് രാജ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നുണ്ട് കേട്ടോ. ആളൊരു ഇച്ചിരി രസികനാണ്. എന്നിട്ട് രാജയോട് പറയാണ്, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. അതുപോലെ തന്നെ നമ്മുടെ മേഡം ഉണ്ടല്ലോ, സബ് ഇൻസ്പെക്ടർ, അവരെ കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കുന്നു പറയാണ്. ഇതേ നേരം തന്നെ രാജ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ നിങ്ങൾക്ക് എന്താ ഈ വന്ന ചെറുക്കനോട് വല്ല ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കാം. ഇപ്പൊ അവർ SI ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ വരദൻ ചോദിക്കാണ്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, ഈ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ടൈപ്പാന്ന് പറയാണ്. ഇതേ നേരം തന്നെ പുറത്ത് ഒരാൾ കരയുന്ന ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോ എന്താ, കസാര വെച്ച് സബ് ഇൻസ്പെക്ടർ അവനിട്ട് ഒരേറ്റ അടി അടിച്ചിരിക്കുകയാണ്. നോക്കുമ്പോ ആളൊരു പെണ്ണാണ് കേട്ടോ. പെണ്ണായിട്ടും എന്താണ് ഒരു ശൗര്യം. എന്തായാലും ആ സബ് ഇൻസ്പെക്ടർ നമ്മുടെ വരദനെ കണ്ടപ്പോൾ ഓഫീസിലേക്ക് വരാൻ പറയാണ്. അവിടെ ഇരുന്നു ഫാക്സും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു, നമുക്ക് ആ ഒരു കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാല്ലേ. എന്റെ പേര് പവിത്ര കൃഷ്ണൻ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ. നിന്റെ കൂടെ ഈ ഒരു കേസിന് എന്തിനു വേണമെങ്കിൽ ഞാൻ ഉണ്ടാവും. ഈ സമയത്ത് വരദൻ ഒരു കാര്യം ചോദിക്കുന്നത്, മേഡം 16 വർഷങ്ങൾക്ക് മുന്നേ ഈ കേസ് അന്വേഷിച്ച പോലീസുകാരുണ്ടല്ലോ, എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയണം. അപ്പൊ അതിലെല്ലാവരും ഒന്നും ഇവിടെ ഇല്ല, ഒരാൾ ഇവിടെ ഉണ്ട്, നമുക്ക് അയാളെ പോയി കാണാന്ന് പറഞ്ഞിട്ട് വരദനും പവിത്രയും അതുപോലെ തന്നെ രാജയും കൂടെ ഒരു എസ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരു കോൺസ്റ്റബിളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ അയാളുടെ കയ്യിൽ അന്നത്തെ ആ ഒരു കേസിന്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. എന്നാൽ ആ ഒരു കോൺസ്റ്റബിൾ പറയുന്നത്, ഈ കേസിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല, യാതൊരു എവിഡൻസും ബാക്കിയില്ല. എന്നാൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ വരദൻ ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ നിങ്ങൾ വിട്ടുപോയ എന്തെങ്കിലും ഒന്ന് അവിടെ ഇല്ലാതിരിക്കില്ലല്ലോ. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ പവിത്ര ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലീസുകാർ അവരന്വേഷിച്ചും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സമയത്ത് വരദൻ പറയാണ്, അങ്ങനെയല്ല മേഡം, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്, നമുക്ക് നമ്മുടെ വഴി ഒന്ന് പോയി നോക്കാം. ഇത് കേട്ടപ്പോൾ നമ്മുടെ പവിത്ര ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ വരദൻ പറയുന്നുണ്ട്, മേഡം എപ്പോഴും ഇങ്ങനെ ഒരു ഗൗരവത്തിൽ നിൽക്കാതെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചിരിക്കുക കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് മിണ്ടാതെ അവള് താഴേക്ക് പോകണം. ഈ സമയത്ത് രാജ ഓടി വന്നിട്ട് പറയാണ്, എന്റെ പൊന്നു സാറേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കേസ് അന്വേഷിക്കാനല്ലേ വന്നേ, അല്ലാതെ മേഡത്തിനെ വളക്കാനല്ലല്ലോ. എന്തായാലും വരദൻ
പിന്നീട് ഇൻവെസ്റ്റിഗേഷന്റെ കൂടെ തന്നെ നമ്മുടെ മേഡത്തിന്റെ പിന്നാലെ കേട്ടോ. അതായത് ഇൻവെസ്റ്റിഗേഷനും പ്രണയം ഒരുമിച്ച് എന്ന് പറയുന്നത് പോലെ എന്തായാലും ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു യാത്രയിൽ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് അടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു ഫോറൻസിക് എക്സ്പേർട്ടിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഒരിക്കലും ഒരു ഫോറൻസിക് എവിഡൻസ് ഈ കേസുമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം 16 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു മർഡറാണിത്. സോ നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കേണ്ടി വരുമെന്ന് ആ ഒരു ഫോറൻസിക് ഇൻസ്പെക്ടർ കൈമലർത്തുകയാണ്. കാരണം അവർക്കൊന്നും എങ്ങനെ കണ്ടുപിടിക്കാൻ ഇത്രയും വർഷമായില്ലേ. എന്തായാലും വരദൻ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാലെ തന്നെയാണ്. പവിത്രക്കാണെങ്കിൽ സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ സ്റ്റേഷനിൽ പോയിരിക്കേണ്ടി വരും. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് കുറച്ച് ഫയൽ നമ്മുടെ രാജയുടെ കയ്യിൽ കൊടുത്ത് ഒരു ഡേറ്റിങ്ങിന് പോകാൻ നിൽക്കുകയാണ് നമ്മുടെ വരദന്റെ കൂടെ. അപ്പൊ രാജയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതേ നേരം തന്നെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ്. എന്താണ് കാര്യം എന്ന് പവിത്ര ചോദിച്ചപ്പോൾ അവരുടെ മകളെ കാണാതായിട്ടുണ്ട്. അപ്പൊ എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് അവർ. എന്നാൽ പെട്ടെന്ന് തന്നെ രാജ പറയാണ് ഒരു കാര്യം ചെയ്യും മാഡം, നിങ്ങൾ പോയിക്കോ, ഞാൻ ഇത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പവിത്ര മേഡത്തിന് ഈ രാജ പറഞ്ഞയക്കാണ്. കാരണം അവരൊരു ഡേറ്റിന് പോവാണ്, വെറുതെ അത് മുടങ്ങണ്ടായെന്ന് കരുതിയിട്ട്. ഇതേ നേരം തന്നെ മറ്റൊരു ഇൻസ്പെക്ടറെ കൊണ്ട് ആ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രാജ. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വരദനും അതുപോലെ തന്നെ പവിത്രയും കൂടെ ഒരു ചെറിയ കോഫി ഷോപ്പിൽ ഒരു ഡേറ്റിംഗിലാണ്. രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക്കലി അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വരദ ചെയ്ത ഒരു കാര്യം അവൻ പറയുന്നുണ്ട്. അതായത് ഇതേപോലെയുള്ള സെയിം കേസുകൾ വേറെയും നാടുകളിൽ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കൊക്കെ ഇതിന്റെ ഒരു റെഫറൻസ് അയച്ചിട്ടുണ്ട്. മേ ബി ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാതിരിക്കില്ല. അങ്ങനെ ആ ഒരു ചായയെല്ലാം കുടിച്ച് അവരിയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് വരദിന് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് അവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത അക്ഷയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അവള് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കുംഭകോണത്താണ്. അപ്പൊ അവിടെയും ഇതുപോലൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹണിമൂണിന് പോയ 2 കപ്പിൾസ് അവരെ കൊന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ കവർന്നെടുത്ത ഒരു കേസാണ്. അപ്പൊ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട 2 ആൾക്കാരെ ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ജയകുമാറും അതുപോലെ തന്നെ നാഗേശ്വരൻ. എന്നാൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയണം. പെട്ടെന്ന് തന്നെ വരദൻ അക്ഷയോട് പറയണം, ഓക്കെ അക്ഷയ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അതുപോലെ തന്നെ പവിത്രയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു സ്ഥലത്തേക്ക് പോവാണ്ട്. പിന്നീട് ആ ഒരു കോഫി ഷോപ്പിൽ നിന്നും രണ്ടുപേരും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ വരദന്റെ കാറ് പുറത്തുണ്ടായിരുന്നു. അതിപ്പോ അവിടെ കാണാനില്ല. സോ വേഗം തന്നെ പോയിട്ട് പവിത്ര CCTV ചെക്ക് ചെയ്യുമ്പോൾ ആ ഏരിയയിലെ സ്ഥിരം ഒരു കാറ് കള്ളനുണ്ട്. സത്യ, അവനാണ് കാർ അടിച്ചു മാറ്റിയത്. അതിന്റെ എവിഡൻസ് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വരദനോട് അവിടുന്ന് പോയിക്കോ, ഞാൻ കാർ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം എന്ന് പറയണം. അപ്പൊ വരദൻ പറയുന്നത് എന്റെ ഗണ്ണ് അതിലുള്ളത്, അതുപോലെ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലും അതിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ കാർ കണ്ടുപിടിച്ചിട്ടല്ലാതെ ഇവിടുന്ന് പോവാൻ കഴിയില്ല. അങ്ങനെ സത്യയെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വരദനും പവിത്രയും കൂടെ ഇറങ്ങാണ്. ഇതേ നേരത്ത് തന്നെ ഒരു 3 കള്ളന്മാരെ കാണിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിൽ ഊട്ടിയിലേക്ക് ഇതുപോലെ ഹണിമൂൺ ട്രിപ്പിന് വന്ന ഒരു കപ്പിൾ അവർ താമസിക്കുന്ന ഒരു റിസോർട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് രണ്ടുപേരെയും വളരെ ക്രൂരമായിട്ട് കൊന്നു. അവരുടെ ആ ഒരു ഗോൾഡുമായിട്ട് അവിടുന്ന് കടന്നു കളയാണ്. പിന്നീട് വേഗം തന്നെ ഈ 3 കള്ളന്മാരും പോകുന്നത് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ്. 2 കള്ളന്മാർ വേഗം തന്നെ ആ ഒരു ബസ്സിലേക്ക് കയറി. 3ാമത്തെ കള്ളൻ കയറാൻ നിൽക്കുമ്പോൾ എന്തോ അയാൾക്ക് മുന്നിലൂടെ ഒരു കറുത്ത സാധനം പോകുന്നത് പോലെ ഇയാൾക്ക് തോന്നി. അപ്പൊ ബാക്കിയുള്ള കള്ളന്മാര് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ മുന്നിൽ കൂടെ എന്തോ പോയതുപോലെ തോന്നി എന്ന് പറയണം. ഒന്ന് പോടാ അവിടുന്ന്, വേഗം വണ്ടി കയറി ഇരിക്കുന്നു പറയണം. ആ സമയത്ത് ആ ഒരു ബസ്സിൽ ഒരു മുത്തശ്ശിയും അതുപോലെ തന്നെ വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ ഈ 3 പേരെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ മുന്നിലിരിക്കുന്ന ആ ഒരു സ്ത്രീയോട് ചോദിക്കണം, മോളെ എന്തിനാണ് ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? രാത്രി ഇങ്ങനെ വരുന്ന സമയത്ത് കൂടെ ആരെങ്കിലൊക്കെ കൂട്ടിക്കൂടായിരുന്നു? അപ്പൊ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് ആരുമില്ല, ആകെയുള്ളത് 3 വയസ്സുള്ള ഒരു കുട്ടിയാണ്. നാളെ രാവിലെ തന്നെ എനിക്ക് തിരുപ്പൂരിൽ പോയിട്ട് അവിടെ ഒരു ജോലി ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാണെന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം വീണ്ടും ആ ഒരു മുത്തശ്ശി ഈ 3 കള്ളന്മാരെ നോക്കുന്നുണ്ട്. ഒരു വല്ലാത്ത നോട്ടായിരുന്നു കേട്ടോ 3 പേർക്കും. ഇതേ സമയത്ത് തന്നെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആളുടെ പേര് മണി എന്നാണ് കേട്ടോ. അപ്പൊ മണി അവന്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്ക് അവളുടെ അടുത്തേക്ക് എത്തണം, അവളുടെ കല്യാണം എന്തോ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചാണ്ടുള്ള പരിപാടിയിലാണ്. ആ സമയത്ത് മണി പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളെ, ഞാനല്ലാതെ നിന്നെ മറ്റൊരാളും കെട്ടില്ല. ഇനിയിപ്പോ അതാരെങ്കിലും മുടക്കാൻ വന്നാണ്ടല്ലോ, എന്റെ കയ്യിൽ ആയുധം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ടല്ലോ അതാവും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പെണ്ണ് പറയാണ്, മാമ എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ്, എന്തായാലും രാവിലെ തന്നെ വരണേന്ന് പറയാണ്. എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി അതെനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണി ഒന്ന് തിരിയാണ് കേട്ടോ. തൊട്ട് പിന്നിലൊരു പിച്ചക്കാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലോസ് റേഞ്ചിൽ ഇയാളെ കണ്ടതുകൊണ്ട് തന്നെ പേടിച്ച് തൂറി വരകയാണ്. മണിയുടെ കരച്ചിൽ കേട്ടിട്ട് അവന്റെ പെണ്ണ് തന്നെ ചോദിക്കുന്നുണ്ട്, മാമ എന്താ പറ്റിയത് മാമ? ഒന്നുമില്ല, ഒരു പിച്ചക്കാരൻ വന്നിട്ട് മുഖത്തിന്റെ അടുത്ത് വന്നു ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി, കുഴപ്പമൊന്നുമില്ല. ശരി മാമ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ പെണ്ണ് ഫോണ് വെക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ബസ് ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആകെ അതിലുള്ളത് ആ ഒരു ലേഡിയും പിന്നെ ആ ഒരു മുത്തശ്ശിയും ആ ഒരു 3 കള്ളന്മാരും ബസ് ഡ്രൈവറും കണ്ടക്ടറും ആണ്. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഒരു തോട്ടത്തിലൂടെ ഓടിപ്പോകുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കാണിക്കുകയാണ്. രണ്ടുപേരും ഏതോ ഒരു വലിയ വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഏതോ വലിയൊരാളുടെ മകളാണ് കേട്ടോ. ആളുടെ പേര് ഗുണശേഖരൻ എന്നാണ്. അത്യാവശ്യം ഗുണ്ടകളും എന്താ പറയാ ആൾബലക്കുള്ള ആളാണ് ഈ ഗുണശേഖരൻ. അപ്പൊ ഗുണ്ടകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഗുണശേഖരൻ പറയാണ്, രണ്ടിനെയും കിട്ടിയ ഒന്നും നോക്കണ്ട, വെട്ടി നുറുക്കിയേക്ക്, എനിക്ക് അവളെ കാണണ്ടെന്ന് പറയണം. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ ഇവരെ രണ്ടുപേരെയും പിടിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാല് അയാളുടെ മോളും അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ചെറുക്കനും തൽക്കാലം
നമുക്ക് അവരെ ഗുണാന്നും നന്ദിനി എന്ന് വിളിക്കാം. അപ്പൊ ഗുണയും നന്ദിനിയും ശരിക്കും ജീവന ഭയന്നാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും ആ ഒരു ബസ് കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ആള് ബസ് കൈ കാണിച്ച് നിർത്തി. അയാളുടെ മകള് കോയമ്പത്തൂരിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. സോ അപ്പൊ ബസ് കയറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കണ്ടക്ടറോട് പറയുന്നുണ്ട് എന്റെ മോളൊന്ന് നോക്കിക്കോണേ, രാത്രി ആയതുകൊണ്ടാണ്. അപ്പൊ കണ്ടക്ടർ പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് സേഫ് ആയിട്ട് വീട്ടിൽ പോയാൽ മതി, മോള് ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബസ് പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിർത്തുകയാണ്. അവിടെ വെച്ച് നമ്മുടെ മണി ഉണ്ടല്ലോ, അവൻ ബസ്സിലേക്ക് കയറുന്നുണ്ട്. മണി ബസ്സിലേക്ക് കയറി നോക്കുമ്പോൾ ഈ കള്ളന്മാരിൽ ഒരുത്തൻ സീറ്റിൽ അങ്ങനെ മലന്ന് കിടക്കുകയാണ്. അപ്പൊ അവനെ വിളിച്ചു നിർത്തിയിട്ട് ഭയങ്കരമായിട്ട് അലമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആ ഒരു കള്ളനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മണി പറയണേ എന്താ നോക്കുന്നേ, എന്റെ കയ്യിൽ ആയുധമുണ്ട്, വല്ലാണ്ട് കളിച്ച കഴുത്തറുത്ത് കളി കേട്ടാ. ആരോടെ ഈ മണി പറയുന്നത്? ഈ പൊട്ടന് വല്ല ബോധ്യമുണ്ട് ഈ ഇരിക്കുന്ന ആൾക്കാർ ആരാന്ന്? എന്തായാലും ആ ഒരു കള്ളൻ ഒന്ന് ഒതുങ്ങി കൊടുക്കുകയാണ്. കാരണം അവരുടെ ലീഡർ ഒന്നും കാണിക്കേണ്ട, അടങ്ങിയിരിക്കുന്നേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. എന്നാൽ മണി വിചാരിക്കുന്നത് അവനെ പേടിച്ചിട്ടാണ് ഇവനിപ്പം മിണ്ടാതിരുന്നതെന്ന്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ഒരു കാറുകളനുണ്ടല്ലോ സത്യ, വരദന്റെ കാറും മോഷ്ടിച്ചുകൊണ്ട് ഒരു ഗോഡൌണിൽ അത് കൊണ്ടുപോയി കൊടുത്ത് അതിനുള്ള കാശ് മേടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ നേരം അവിടെ വെച്ച് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് സത്യം നോക്കിയപ്പോൾ ഈ കാശ് കൊടുത്ത ആള് പറയണ കാശ് കിട്ടിയില്ലേ, ഇവിടുന്ന് പോടാ, ഇതും പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഒരു പെൺകുട്ടി എന്തായാലും അവിടെ ഉണ്ട്, ഉറപ്പാണ്. ഇതേ സമയത്ത് തന്നെ വരദനും പവിത്രയും അതുപോലെ തന്നെ രാജയും കൂടിയിട്ട് ഈ സത്യയെ തേടി വരികയാണ്. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ച് ഒരു ഗോഡൌണിന്റെ ഭാഗത്തേക്ക് ഈ ഒരു സത്യ പോകുന്നുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് കിട്ടി. ഇതിനുശേഷം വീണ്ടും ആ ഒരു ബസ് തന്നെ കാണിക്കുകയാണ്. ഈ ഒരു ബസ് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് ബസിന്റെ പിന്നാലെ അങ്ങനെ വരികയാണ്. കള്ളന്മാർ 3 പേരും ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നാൽ അവർ പേടിച്ചതുപോലെ അവർ തേടിയൊന്നല്ല ഈ പോലീസുകാർ വന്നത്. ഒരു വക്കീലിനെയും ഫാമിലിയും ആ ഒരു ബസ്സിൽ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ വന്നത് കേട്ടോ. എന്തായാലും വക്കീലും ഫാമിലിയും കൂടെ അതിലേക്ക് കയറുകയാണ്. അപ്പൊ ഈ ഒരു വക്കീലിന്റെ മോനുണ്ട്, ഈ ഗെയിം കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അവനുണ്ടല്ലോ അനിയത്തിയുടെ കൂടെ അങ്ങനെ ഗെയിം കളിക്കായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഗെയിം അവൾ കൊടുക്കുന്നുമില്ല. അപ്പൊ തൊട്ടപ്പുറത്ത് തന്നെ നേരത്തെ ഒരു പ്രായമായിട്ടുള്ള ആള് മകളെ ബസ് കയറ്റി വിട്ടില്ലേ പഠിക്കാനായിട്ട് കോയമ്പത്തൂർ പോകുന്നത്, അവളെ തൽക്കാലം കല്യാണി എന്ന് വിളിക്കാം. അപ്പൊ കല്യാണിയുടെ അരികിൽ ചെന്നിട്ട് അവളുടെ ഫോണിൽ ഗെയിം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ട്, വാ നമുക്ക് ഗെയിം കളിക്കാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ഈ ചെറുക്കന് പുറത്തേക്ക് നോക്കുമ്പോൾ കാട്ടിലൂടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അതായത് ഗുണയും നന്ദിനിയാണ്, രണ്ടുപേരും ഓടുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ പിന്നാലെ തന്നെ ഗുണ്ടകളുണ്ട്. ഇവര് നേരെ റോഡരികിലേക്ക് വരുന്നത്. അപ്പൊ ചെറുക്കൻ വേഗം തന്നെ വിളിച്ചു പറയുന്നുണ്ട് റോഡിലേക്ക് ആര് വരുന്നുണ്ടാണ് ബസ് നിർത്തുന്നത്. പെട്ടെന്ന് തന്നെ ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇടുക. പിന്നീട് വേഗം തന്നെ ഗുണയും നന്ദിനിയും ആ ഒരു ബസ്സിലേക്ക് ഓടി കയറുന്നുണ്ട് കേട്ടോ. പിന്നീട് പേടിച്ച് വിറച്ച് രണ്ടുപേരും പറയുന്നുണ്ട് വേഗം ബസ് ഒന്ന് വിട്. അതുപോലെ തന്നെ ഗുണയുടെ കയ്യിലാണെങ്കിൽ മുറിവൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും വേഗം തന്നെ ഡ്രൈവർ ബസ് എടുക്കുന്നുണ്ട് കേട്ടോ. ആ നേരത്ത് അങ്ങോട്ടേക്ക് എത്തിയ ഗുണ്ടകൾക്ക് എവിടേക്കാണ് ഈ ഗുണയും നന്ദിനി പോയതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ കള്ളനായിട്ടുള്ള സത്യയെ തേടിക്കൊണ്ട് വരദനും അതുപോലെ തന്നെ പവിത്രയും രാജ്യം കൂടെ ഒരു ഗോഡൌണിലേക്ക് വന്നു. എന്നാൽ ആ സമയത്ത് അവിടെ സത്യ ഉണ്ടായിരുന്നില്ല, പകരം ഒരു കൂട്ടം ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് അങ്ങോട്ടേക്ക് വരദനും പവിത്ര എത്തുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിനിട്ട് നേരിവാട്ടിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. അതായത് കുറച്ചു മുന്നേ സ്റ്റേഷനിലേക്ക് ഒരു അച്ഛനമ്മയും വന്നിട്ട് മോളെ കാണാനില്ല എന്ന് പറയല്ലേ, ആ കുട്ടി തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. എന്തായാലും ആ ഒരു പെൺകുട്ടി ഇവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അതുപോലെ തന്നെ അവിടെയുള്ള ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട് എവിടാ സത്യ, എവിടെ ആ ഒരു കാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഫയലും കാര്യങ്ങളും മിസ്സാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ഇനി സത്യ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. കാരണം അവൻ ആ ഒരു കാർ ഇവിടെ വെച്ച് പോകുമ്പോൾ ആ ഫയലുമായിട്ട് പോയെന്ന് ഈ ഗുണ്ട പറയാണ്. എന്തായാലും ഇനിയിപ്പോ സത്യ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് എന്തായാലും മേടിക്കണം. ഇതേ നേരം വീണ്ടും ബസ്സിൽ കാണിക്കാൻ കേട്ടോ. ഇപ്പൊ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഗുണയോടും നന്ദിനിയോടും എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ഒളിച്ചോട്ടത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ചെറുപ്പം മുതലേ രണ്ടുപേരും അടുപ്പത്തിലായിരുന്നു. അതുപോലെ തന്നെ ഗുണ എല്ലാ കാര്യങ്ങളും അവന്റെ അച്ഛനോട് ചോദിച്ചാണ് ചെയ്യാറ്. അച്ഛൻ എല്ലാത്തിനും സമ്മതം കൊടുത്തു. അതുപോലെ തന്നെ നന്ദിനി അവളുടെ അച്ഛനായിട്ടുള്ള ഗുണശേഖരനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സംഗതി ആകെ വഷളായി പോയി. ഇയാളുടെ ഗുണ്ടകൾ പോയിട്ട് നമ്മുടെ ഗുണയും അവന്റെ അച്ഛനെയും പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായിട്ട് മർദ്ദിച്ചു. ഗുണയുടെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ അച്ഛന്റെ തല തല്ലി പൊളിച്ച് കൊന്നുകളഞ്ഞു. ഇത് പറയുന്ന സമയത്തെല്ലാം ഗുണയും അതുപോലെ തന്നെ നന്ദിനിയും വല്ലാണ്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു അവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഇതേ നേരം തന്നെ ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. പുതിയ ഏതോ പാസഞ്ചേഴ്സ് കയറാൻ വേണ്ടി പോവാണ്. നോക്കുമ്പോൾ ഏതോ നാടോടികളാണ്. അപ്പൊ ആ ഒരു നാടോടികളായിട്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ഇവരുടെ ഈ ഒരു കാര്യമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം. അപ്പൊ നാടോടികളായിട്ടുള്ള ഈ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് പോകുന്ന വഴിയിൽ തന്നെ ഒരു അമ്പലമുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ വെച്ച് ആ ചടങ്ങ് അങ്ങ് തീർത്താലോ. അതുപോലെ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വല്ല കാശും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ നന്ദിനി പറയാണ് വരുന്ന സമയത്ത് കുറച്ച് സ്വർണ്ണം ഞാൻ വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു. ഈ കാര്യം ആര് കേട്ടു? പിന്നിലുണ്ടായിരുന്ന കള്ളന്മാര് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയ സമയത്ത് ആ ഒരു അമ്പലത്തുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ആ ഒരു കല്യാണത്തിനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തിന് ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് കണ്ണു തുറക്കുന്നുണ്ട്. നോക്കുമ്പോൾ ബസ്സിൽ ആരുമില്ല. അതുപോലെ തന്നെ ബസ്സിന്റെ അവിടെയും ഇവിടെയും നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. പതിയെ മുത്തശ്ശി ആ ഒരു ചില്ലിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു രൂപത്തെ കണ്ട് മുത്തശ്ശി അലറി കരയാണ് കേട്ടോ. പേടിച്ച് വിറച്ച് താഴേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നിനെയും കാണാനില്ല. എന്തായാലും മുത്തശ്ശി ഇപ്പൊ നല്ല പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇതേ നേരത്തിന് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ ഗുണയുടെയും നന്ദിനിയുടെയും കല്യാണം ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് നടത്തി. പിന്നീട് കുറച്ചു ദൂരം എല്ലാവരും നല്ല പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ബസ് മുന്നോട്ടേക്ക് പോകുന്നത്. കുറച്ച് മുന്നോട്ടേക്ക് എത്തിയപ്പോൾ ഈ നാടോടികൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അവര് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങുകയാണ്. ഈ സമയത്ത് ഒരു വണ്ടിയിൽ കുറച്ചധികം
അത്രയും ഗുണ്ടകളെ പെട്ടെന്ന് അവിടെ വന്ന് നിർത്തുന്നുണ്ട്. ഒരു ഫോട്ടോ ഈ ഒരു നാടോടി മുത്തശ്ശി ഉണ്ടല്ലോ അവരെ കാണിച്ചിട്ട് പറയണ, അല്ല ഈ സ്ത്രീയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? മുത്തശ്ശിക്ക് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ അത് നന്ദിനിയാണെന്ന് മനസ്സിലായി. മുത്തശ്ശി പറയണ, ഇല്ല കണ്ടിട്ടില്ലല്ലോ. എന്നാൽ മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറയാണ്, അല്ല മുത്തശ്ശി, നമ്മളല്ലേ ഇവരുടെ കല്യാണം ഇപ്പൊ നടത്തി കൊടുത്തത്. ഇത് കേട്ടപ്പോൾ ഗുണ്ടകൾക്ക് സംശയമായി. മുത്തശ്ശി പിന്നീട് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മാനേജ് ചെയ്തോ, വാ മക്കളെ നമുക്ക് പോവാന്ന് പറയണേ. എന്നാൽ ഗുണ്ടകൾ അവരുടെ ആ ഒരു വണ്ടി നേരെ മുന്നോട്ടേക്ക് എടുത്ത് തിരിച്ചു വന്ന് ഇവരെല്ലാവരും ഇങ്ങോട്ട് ഇടിക്കുകയാണ്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം വീണ്ടും ബസ് കാണിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ മറ്റൊരു പാസഞ്ചർ, ഒരു ചെറുക്കനാണ് കേട്ടോ, അവനും ആ ഒരു ബസ്സിലേക്ക് കയറുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ ആ ഒരു മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ മണി ചെന്ന് ചോദിക്കുകയാണ്, മുത്തശ്ശി കുറെ നേരമായല്ലോ, നിങ്ങൾ എന്താ വല്ല ചെകുത്താനും കണ്ടോ? ഒരുമാതിരി വല്ലാത്തൊരു ഇരുത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറയാണ്, കണ്ടോന്നോ? ഞാൻ കണ്ടടാ ഒരുമാതിരി ഒരു വല്ലാത്ത രൂപത്തെ. ഇത് കേട്ടപ്പോൾ മണി പറയണ, പോതല്ലേ അവിടുന്ന് വെറുതെ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. അല്ലടാ സത്യമായിട്ട് ഞാൻ കണ്ടതാ. എടാ ചെറുക്ക, നിന്റെ അരികിൽ ആരെങ്കിലും നിൽക്കുന്നതായിട്ട്, നിന്നെ തൊടുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. മുത്തശ്ശി വെറുതെ പേടിയില്ലാത്ത എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ, അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് ആയിപ്പോവും. അല്ലടാ നീ ഒരു കാര്യം ചെയ്യ്, മുന്നോട്ടേക്ക് ചെന്ന് നോക്കി നോക്ക്, അവിടെ എന്തോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പതിയെ ഇപ്പോൾ ഈ ഒരു മണി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ ഒരു സ്റ്റുഡന്റ് ഉണ്ടല്ലോ കല്യാണി, സീറ്റിലും തലയും വെച്ച് അവളങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പതിയെ അവളെ പോയിട്ടൊന്ന് വിളിക്കുകയാണ്, ഒന്ന് എണീക്കോ. പെട്ടെന്ന് കല്യാണം എഴുന്നേൽക്കാണ്. അവളുടെ വികൃതമായ രൂപം കണ്ട് മണി ആകെ ഞെട്ടിപ്പോകുന്നത്. നിലവിളിച്ചുകൊണ്ട് ബേക്കിലേക്ക് ഓടിപ്പോയിട്ട് മുത്തശ്ശിയുടെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും മണിയെ നോക്കിയിട്ട് ഈ ചെങ്ങായിക്ക് എന്താ പ്രാന്തായോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ മണിക്ക് ബോധ്യായി ഇവിടെ എന്തോ ഉണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നമുക്കൊരു അവസരം കിട്ടിയ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടാട്ടോ. പറഞ്ഞതുപോലെ തന്നെ ഈ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഒരു TTR ബസ്സിൽ കൈ കാണിക്കുകയാണ്. അപ്പൊ തന്നെ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മണി അതുപോലെ തന്നെ ഈ ഒരു മുത്തശ്ശി പറയാണ്, സാറേ ഉള്ളിലേക്ക് പോകണ്ട, പ്രേതുണ്ട് എന്ന്. ഈ സമയത്ത് TT പറയണ, ആഹാ രണ്ടെണ്ണം കൂടെ കള്ളവണ്ടി കയറിയതാണല്ലേ, പ്രേതുണ്ടോ ഭൂതുണ്ടോ എന്ന് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇയാൾ ബസ്സിലേക്ക് കയറുകയാണ്. ഇതേ നേരത്തെ തന്നെ അവിടെ ഒരു പാവ വീണ് എടുക്കുന്നുണ്ടായിരുന്നു. ആ പാവ എടുത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുട്ടിക്ക് ഇത് കൊടുക്കുകയാണ്. എന്നാൽ ആ കുട്ടിയുടെ മുഖം കണ്ട് ഈ TT ഞെട്ടിത്തരിച്ച് പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചാടി ഇറങ്ങുകയാണ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരൊറ്റ കെടുത്താണ് കേട്ടോ. ബോധം പോയി. ഇതേ സമയത്ത് തന്നെ കണ്ടക്ടർ ചോദിക്കുന്നുണ്ട്, എടാ നീ ബസ്സിൽ കയറുന്നുണ്ട്? ഇപ്പൊ മണി പറയണ, എന്റെ പൊന്നു കണ്ടക്ടറെ ഞാൻ ഇല്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ബസ്സിൽ കയറാതെ മണിയും ഈ ഒരു മുത്തശ്ശിയും കൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. മുത്തശ്ശി പറയാണ്, കുറച്ച് അപ്പുറത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയാമെന്ന്. അങ്ങനെ ഇവര് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവര് നേരെ ചെന്നുപെടുന്നത് സത്യ എന്ന് പറഞ്ഞ ആ ഒരു കാറുകളനുണ്ടല്ലോ അവന് തേടി പോകുന്ന നമ്മുടെ വരദ അതുപോലെ തന്നെ പവിത്രയുടെയും ആ ഒരു പോലീസ് ജീപ്പിന്റെ മുന്നിലാണ്. അപ്പൊ അവരോട് പേടിച്ച് കുറച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മണി പറയുന്ന സമയത്ത് രാജ വന്നിട്ട്, നിനക്കെന്തോ വട്ടാണടാ, നീ പറയുന്നൊന്നും സത്യമല്ലടാ എന്നൊക്കെ പറയുമ്പോൾ വരദൻ പറയാണ്, എന്തായാലും നമുക്ക് ആ ഒരു ബസ് വരെ ഒന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ രാജ നീ ഒരു കാര്യം ചെയ്യും, പവിത്രയുടെ കൂടെ പോയിട്ട് സത്യം ഒന്ന് അന്വേഷിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ബൈക്ക് എടുത്ത് ഈ മണിയും കൂടെ കൂട്ടാം, നേരെ ആ ഒരു ബസ്സിൽ പോയിട്ട് എന്താ പ്രശ്നമുള്ളതെന്ന് നോക്കാം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ വരദനും അതുപോലെ തന്നെ മണിയും കൂടെ നേരെ ബസ്സിന്റെ അരികിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ബസ്സിൽ എല്ലാവരും നല്ല ഉറക്കാണ്. ഇങ്ങനെ ഉറക്കത്തിലായ സമയത്ത് ആ കള്ളന്മാരുണ്ടല്ലോ അതിലൊരുത്തൻ വന്നിട്ട് പതിയെ ആ ഒരു ബാഗ് എടുക്കാണ്. അപ്പൊ ആ ഒരു കുട്ടി ഈ കാര്യം കണ്ടു, അങ്കിളെ എന്തിനാ ബാഗ് എടുക്കുന്നത് ചോദിക്കണം. അപ്പൊ ആ ഒരു കുട്ടിയെ നോക്കിയിട്ട് പേടിപ്പിക്കുകയാണ് ഈ കള്ളൻ, മിണ്ടാതിരിക്കുന്നു പറയണം. അപ്പോഴേക്കും വക്കീല് കണ്ണു പറഞ്ഞു, വെക്കട ബാഗ് അവിടെ എന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് ആകെ പ്രശ്നമാവുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റു. അപ്പോഴേക്കും ഈ കള്ളന്മാരെന്താക്കി ഒരു കുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയണം, ആനങ്ങി പോരുത്, മിണ്ടാതിരുന്നു. പെട്ടെന്ന് തന്നെ സ്വർണ്ണ ആ ഒരു ബാഗത്ത് ആ ഒരു കള്ളൻ എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബാഗ് മാറ്റി ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇവന്റെ നെഞ്ചാങ്കോട് നോക്കി ഒരേറ്റ ചവിട്ടാണ്. ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ വരദൻ തന്നെ. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, വരദൻ 3 എണ്ണത്തിന് നല്ല ഇഞ്ച കുത്തുന്നുണ്ട് കേട്ടോ. അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. 3 കള്ളന്മാർക്കും നമ്മുടെ വരദന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ മണിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആ സീറ്റിനടിയിലെ കവർ അവൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിറയെ സ്വർണ്ണ നാണയാണ്. എന്നാൽ അപ്പം തന്നെ ആ ഒരു മുടി നീട്ടിയ കള്ളനുണ്ടല്ലോ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മണി എന്തായി കയ്യിലുള്ള ആയുധം എടുക്കുകയാണ്. ആയുധമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ആയുധം എന്താ? ഈ സാധനം തന്നെ, ഷേവ് ചെയ്യുന്ന മറ്റേ ആ ഒരു ബ്ലേഡേ. എന്നാൽ ഇതേ നേരം തന്നെ കള്ളന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കാണിക്കുന്നുണ്ട്. 1 മീറ്റർ നീളമല്ല ഒരു വാള്. കണ്ട വാട് തന്നെ നമ്മുടെ മണിയുടെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി കേട്ടോ. അത് വെച്ച് വെട്ടാൻ നിൽക്കുമ്പോഴേക്കും വരദന് ഒരു കയറെടുത്ത് അവന്റെ കഴുത്തിൽ കുരുക്കി പിറകിലോട്ട് ഒരേറ്റ വലിയ. ആ സമയത്ത് ആ കവറിലുണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം പുറത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ആ സ്വർണം കണ്ട സമയത്ത് പെട്ടെന്ന് വരദൻ ഞെട്ടിപ്പോയി. 16 വർഷങ്ങൾക്ക് മുന്നേ ഊട്ടിയിൽ വെച്ച് മർഡർ നടന്നു എന്ന് പറയുന്ന ആ ഒരു ദമ്പതികളുണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്നും അന്ന് നഷ്ടമായ അതേ സ്വർണം അതെങ്ങനെ ഈ കള്ളന്മാരുടെ കയ്യിലെത്തി? അതുപോലെ തന്നെ പെട്ടെന്ന് 1-2 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മുടെ വരദൻ അമാനുഷികമായിട്ടുള്ള ഒരു കാര്യം കാണുകയാണ്. ഒരു കൈപ്പത്തി, അതുപോലെ തന്നെ അവ്യക്തമായ വികൃതമായിട്ടുള്ള ഒരു രൂപം കൂടെ. വരദൻ ആകെ ഞെട്ടിപ്പോയി. അതായത് ഇതിൽ പ്രേതുണ്ട്, ആത്മാവുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ മണി ഇങ്ങോട്ടേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നേ. അപ്പൊ മണി പറഞ്ഞതുപോലെ തന്നെ സംതിങ് അമാനുഷികമായിട്ട് ഇതിൽ എന്തോ ഒന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബസ്സിന്റെ പുറംഭാഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഇനി ആത്മാക്കളാണോ വല്ല ചെകുത്താന്മാരാണോ? ഒരുപാട് രൂപങ്ങൾ വന്നിട്ട് ഈ കണ്ണാടിയുടെ പല ഭാഗത്ത് തള്ളി പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബസ് ഇപ്പോ ആ ഒരു ചുരം, സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 19ാമത്തെ വളവിലാണ് ഇപ്പൊ നിലവിൽ അതുള്ളത്. ഇവിടെയാണ് സിനിമയുടെ ഇന്റർവെല് വെച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണാവോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? സോ അതെല്ലാം അറിയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഈ കഥ കേൾക്കുന്ന ഒരുപാട് പേരൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല.
ഇഷ്ടമായില്ല. എന്തുകൊണ്ടാ മച്ചന്മാരെ അങ്ങനെ? ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ആ ഒരു കള്ളന്മാരെ എല്ലാം ബസ്സിന്റെ ഉള്ളിൽ തന്നെ കെട്ടി വെച്ചിരിക്കുകയാണ്. നല്ല പെട എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവന്മാരോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് കട്ടത്. അപ്പൊ അവര് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാണ് കേട്ടോ. ഇതുപോലെ ഒരു റിസോർട്ടിൽ നിന്നാണ് മോഷ്ടിച്ചത്. അപ്പോൾ ആ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ നല്ല പെട കിട്ടിയപ്പോൾ വീണ്ടും അവര് പറയാണ് രണ്ടുപേരെയും കൊന്നു കളഞ്ഞു. ശരിക്കും ഇത് കേട്ട് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഷോക്ക് ആവുകയാണ്. അതുപോലെ തന്നെ വരദൻ പിന്നെ ഒന്നും നോക്കിയില്ല. കൈ കിട്ടിയതെടുത്ത് 3 എണ്ണത്തിന് നല്ലോണിട്ട് വീക്കാണ് കേട്ടോ. കൊല്ലൂടാ 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 എന്ന് പറഞ്ഞിട്ട് നല്ല അടിയാണ്. ഇതിനിടയിൽ കണ്ടക്ടർ പോയിട്ട് ഇവരിരുന്ന ഒരു സീറ്റിന്റെ അടിയിൽ നിന്ന് ചാക്കിന്റെ ഒരു കെട്ടെടുക്കുകയാണ്. നോക്കുമ്പോൾ അതിൽ മുഴുവനും ഈ വലിയ വലിയ ആയുധങ്ങൾ, കോടാലിയും അതുപോലെ തന്നെ വാള്, വെട്ടുകത്തി, അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. പിന്നീട് വേഗം തന്നെ വരദൻ അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഊട്ടിയിൽ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതോ ഒരു റിസോർട്ടിൽ ഒരു കവർച്ചയുടെ ഭാഗമായിട്ട് 2 പേരെ കൊന്നിട്ടുണ്ട്. വേഗം പോയിട്ട് അന്വേഷിക്കാൻ പറയുകയാണ്. സോ വേഗം തന്നെ പോലീസുകാർ ആ ഒരു ഏരിയയിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട്, എല്ലാത്തിലേക്കും പോയിട്ട് വേഗം തന്നെ പരിശോധന ആരംഭിക്കുകയാണ്. ഇതേ നേരം തന്നെ വരദൻ ആ ഒരു ബസ്സിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് ഇനി വരാൻ പോകുന്ന മേട്ടുപ്പാളയം എന്ന സ്റ്റേഷനിലാണ് ഈ ഒരു കള്ളന്മാരെ ഇറക്കാൻ പോകുന്നത്. എന്നാൽ പെട്ടെന്ന് ബസ്സിനടിയിൽ വെച്ച് എന്തോ ഒരു ശബ്ദം കേട്ട് താഴേക്ക് നോക്കിയപ്പോൾ വളരെ വികൃതമായ ഒരു പട്ടി അവന് നേരെ ചാടി വീഴുകയാണ്. അവരാകെ പേടിച്ചുപോയി. പിന്നീട് നോക്കുമ്പോഴാണ് ഒരു സാധാ ചെറിയ പട്ടി. അപ്പൊ കണ്ടക്ടർ പറയണം മഴയത്ത് നനഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ചുമ്മാ ഒന്നെടുത്ത് ബസ്സിൽ കയറ്റിയെന്നേ ഉള്ളൂ. എന്തായാലും വല്ലാതൊരു കൺഫ്യൂഷനോട് കൂടിയിട്ട് വരദൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതേ നേരം മണി വരദനെ തന്നെ നോക്കുന്നുണ്ട്. നീയും പ്രേതത്തിനെ കണ്ടല്ലടാ എന്ന ഭാവത്തില്. ഇപ്പൊ വരദൻ മണിയെ വിളിക്കുകയാണ്. ആദ്യമൊന്നും മണി അങ്ങോട്ടേക്ക് പോവാൻ കൂട്ടാക്കിയില്ല. പിന്നെ അങ്ങോട്ടേക്ക് മണി എഴുന്നേറ്റ് ചെല്ലുകയാണ്. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഒരൊറ്റ അടി മുഖത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി ഞാനൊരു കൺഫ്യൂഷനിലാണ്, നീയായിട്ട് നീ എന്നെ കൺഫ്യൂഷനിലാക്കാൻ നിൽക്കണ്ട, തിരിഞ്ഞു പോടാന്ന് പറഞ്ഞിട്ട് മണി അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ ദാണ്ടെ അവന്റെ പിന്നിലും പെട്ടെന്ന് ഒരു രൂപത്തെ കാണുകയാണ്. അവനങ്ങ് ഞെട്ടി കരഞ്ഞു പോവാണ്. എന്താടാ ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി പോയിട്ട് വേഗത്ത് ആ ഒരു സീറ്റിലിരിക്കുകയാണ്. സീറ്റിലിരിക്കുന്ന സമയത്ത് ആ കള്ളന്മാരിൽ ഒരാൾ കെട്ടഴിക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ട് നമ്മുടെ മണി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഈ കള്ളനെ വെന്തുരുകിയ കോലത്തിലാണ് കാണുന്നത്. ഞെട്ടി ഒരൊറ്റ നിലവിളിയാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല സാറേ, ഒരു ദുസ്വപ്നം കണ്ടെന്ന് പറയാം. പിന്നീട് വരദൻ പവിത്രെ വിളിക്കുന്നുണ്ട്. അതായത് കാറ് മോഷ്ടിച്ചു കൊണ്ടുപോയ സത്യയെ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ സത്യയുടെ യാതൊരു വിവരവും ഇല്ല. എന്നാൽ വരദൻ മറ്റൊരു ജോലി ഇപ്പൊ പവിത്രയെ ഏൽപ്പിക്കുകയാണ്. ഞാനൊരു KSRTC ബസ്സിന് നമ്പർ തരാം. അപ്പൊ നേരെ അതിന്റെ ഓഫീസിൽ പോയിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നീ ഒന്ന് പരിശോധിക്കണം. എന്തൊക്കെയോ ഒരു അസ്വാഭാവികത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. TN43N0715. 12 മണിക്ക് ഊട്ടിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ട ബസ്സാണ്. ഞാൻ വേഗം തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പവിത്ര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പവിത്ര നമ്മുടെ വരദനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ബസ്സിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽ ഒന്ന് എടുത്ത് വെച്ചേക്കുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് വരദൻ അവിടെ കിടന്നുറങ്ങുന്ന നമ്മുടെ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ പതിയൊന്ന് വിളിക്കുകയാണ്. അതേ നേരം തന്നെ കല്യാണി എന്തോ ഒരു ദുസ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടിച്ചാടി എഴുന്നേൽക്കാണ്. അതായത് ഇതേ വരദൻ തന്നെ ഒരു ഗണ്ണെടുത്ത് ആരോ ഷൂട്ട് ചെയ്യുന്നത് പോലെ. അപ്പൊ എന്താ കാര്യം എന്ന് വരദൻ ചോദിച്ചപ്പോൾ അതൊന്നുമില്ല സാറേ, നിങ്ങളൊരു ഗണ്ണെടുത്ത് ആരോ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടു എന്ന് പറയാണ്. ഇപ്പൊ വരദൻ പറയാണ് ഗണ്ണോ? എന്റെ കയ്യിൽ ഗണ്ണൊന്നും ഇല്ലല്ലോ. എന്തായാലും അവിടെ ഇരുന്നു എന്ന് പറയാണ്. ഇതിനുശേഷം അവളുടെ പിന്നിലിരുന്ന ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ അടുത്ത് എന്താ പേര് ചോദിച്ചപ്പോൾ എന്റെ സാറേ ഈ നട്ടപ്പാതിരക്കാണ് പേര് വയ്ക്കുന്നത്, ഒന്ന് പോയെന്ന് പറയാണ്. ഒരു നോട്ടവും നോക്കിയിട്ട് ഇപ്പൊ വരദൻ അപ്പുറത്തുണ്ടായിരുന്ന വക്കീലിന്റെ അടുത്തേക്ക് എത്തുകയാണ്. നിങ്ങൾ എവിടെ പോയതാ ചോദിക്കുമ്പോൾ ഊട്ടിയിൽ ഇയാളുടെ അനിയൻ ഒരു SI ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ വെക്കേഷൻ ടൈമിൽ അവന്റെ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയണം. ഇതിനുശേഷം പിന്നിലുണ്ടായിരുന്ന ഗുണാനദിനി അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ, അതായത് ബസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് പറയുന്നത് സാറേ അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്, രണ്ടും കൂടെ നാട് വിട്ടു പോവാണ്. അങ്ങനെ വരുന്ന വഴിയിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു അമ്പലത്തിൽ വെച്ച് അവരുടെ കല്യാണം നടത്തി കൊടുത്തു. ഓക്കെ, എന്താണ് പേര്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരദൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ നന്ദിനി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഉണ്ടല്ലോ ഊട്ടിയിത്തെ MLA മകളാണ്. ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ. ഇതേ നേരം തന്നെ പവിത്ര ഗവൺമെന്റിന്റെ ആ ഒരു ബസ് സർവീസ് ഉണ്ടല്ലോ, ഇതിന്റെ ഓഫീസിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് നമ്മുടെ വരദ കൊടുത്ത ആ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, TN43N0715, ഈ ബസ്സിന്റെ ഡീറ്റെയിൽ എടുക്കാനായിട്ട്. എന്നാൽ കുറെ നേരം അയാൾ പരിശോധിച്ചിട്ട് മേഡം ഇങ്ങനെ ഒരു ബസ് ഇല്ലല്ലോ എന്ന് പറയാണ്. അല്ല നിങ്ങളൊന്നും കൂടെ പരിശോധിച്ച് നോക്ക്, ഊട്ടിയിൽ നിന്ന് 12 മണിക്ക് എടുത്ത ഒരു ബസ്സാണത്, കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. ഇല്ല മേഡം, ഊട്ടിയിൽ നിന്ന് അവസാനത്തെ ബസ് എടുക്കുന്നത് 11 മണിക്കാണ്. ഓൾറെഡി ആ ഒരു കാര്യം എന്റെ അടുത്ത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ നമ്പറുള്ള ബസ് അത് അറിയില്ല മേഡം, ഇതെന്താ സംഭവം എന്ന്, ചിലപ്പോൾ നമ്പർ മാറി പോയതായിരിക്കാം. എന്നാൽ ഇത് കേട്ടപ്പോൾ ശരിക്കും പവിത്ര ഞെട്ടിപ്പോവാണ്. വരദൻ ഒരിക്കലും നമ്പർ മാറി കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇതിനുശേഷം വീണ്ടും ബസ് കാണിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരാൾ കൂടെ ആ ഒരു ബസ്സിൽ കയറുന്നുണ്ട്. ആ കയറിയ ആളെ കുറച്ചു നേരം വരദൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അവന് പിടിച്ചിട്ട് ഒരേറ്റ അടിയാണ്. അടി കൊണ്ട് അവൻ നിലത്ത് വീഴുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ പോലീസാന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും തല്ലാന്നാണോ? ഈ നേരത്ത് വരദൻ പറയണം ഇവന്റെ പേരെന്താണെന്നറിയോ? സത്യ. ഊട്ടിയിലെ പ്രധാന കാർ മോഷ്ടാവാണ്. എന്റെ കാറും കെട്ട് അതിൽ ആ ഒരു ബാഗ് കൊടുത്ത് ഇവൻ പോകുന്ന വഴിയാണിത്. അതായത് വരദന്റെ കാറ് മോഷ്ടിച്ച ആ ഒരു കള്ളൻ സത്യ. ആ സത്യമാണ് ഈ താടിക്കാരൻ ചെറുപ്പക്കാരൻ. ഇപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ബാഗ് ഇപ്പോ വരദൻ മേടിക്കാണ്. അതേസമയത്ത് തന്നെ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, എന്താണ് മോനെ, എനിക്കൊരു മോനുണ്ട്, ഇത്ര കഷ്ടപ്പെട്ട് അറിയാം ഞാൻ അവനെ വളർത്തുന്നത്. നിന്നെയും ഇതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയിട്ടുണ്ടാവുക. നീ ഒരു കള്ളനാണ് എന്ന് അവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാവില്ലേ? ഇതെല്ലാം കേട്ട് ആ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി സത്യ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അടുത്ത സീറ്റിലിരിക്കുകയാണ്. ഇതേ നേരം തന്നെ സത്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയ വരദന്റെ ആ ഒരു ബാഗ് വരദൻ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഗണ്ണ് കിട്ടുകയാണ് കേട്ടോ. ഈ കാര്യം നമ്മുടെ കല്യാണം
കല്യാണി കാണുന്നുണ്ട്. വരദയുടെ കയ്യിൽ ആ ഒരു ഗണ്ണ് കണ്ട് അവളാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ സമയത്തിന് വരദ പറഞ്ഞതനുസരിച്ച് റോസ് ഗാർഡൻ എന്ന ആ ഒരു ഊട്ടിയുടെ ഭാഗത്തുള്ള എല്ലാ റിസോർട്ടുകളും പോലീസുകാർ പോയി പരിശോധിക്കുന്നുണ്ട്. എന്നാൽ എവിടെയും ഇതുപോലൊരു മർഡർ നടന്നിട്ടില്ല. എവിടെയും അങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. ഇതേ നേരം തന്നെ പവിത്ര പല തവണയായിട്ട് വരദനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അവസാനം കോൾ കണക്ട് ആയി. വരദനോട് ഇപ്പൊ പവിത്ര ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് ഉണ്ടല്ലോ, അത് റെക്കോർഡിലൊന്നും ഇല്ലാത്തൊരു ബസ്സാണ്. ശരിക്കും അവനാകെ ഞെട്ടിപ്പോയി കേട്ടോ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു എത്തും പിടികിട്ടുന്നില്ല. ഈ സമയത്താണ് ഒരു 3-4 വണ്ടിയിൽ നിറച്ച ആൾക്കാർ ഈ ഒരു ബസ്സിനെ ഫോളോ ചെയ്യുന്നത്. പെട്ടെന്ന് ഈ ഒരു ബസ്സിന് കുറുകെ അവര് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്നും കുറെ അധികം ഗുണ്ടകൾ ഇറങ്ങുന്നുണ്ട്. ആ നേരത്ത് നന്ദിനി ഗുണയുടെ കരഞ്ഞു പറയാണ്, സാറേ ഇതെന്നെ പിടിക്കാൻ വന്നവരാണ്. ഈ ഗുണ അവരുടെ കയ്യിൽ കിട്ടിക്കളഞ്ഞാൽ അവര് വെട്ടി നുറുക്കി കളയും, ദയവ് ചെയ്ത് രക്ഷപ്പെടുത്തുന്നു പറയാണ്. അപ്പോഴേക്കും ഗുണ്ടകൾ മുഴുവനായിട്ടും ബസ്സിന്റെ ഉള്ളിലേക്ക് എരച്ച് കയറി വരികയാണ്. ഇതേ നേരം തന്നെ ആ ഒരു വക്കീലിന്റെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി ഒന്നും ഇവരെ ചെയ്യാൻ പറ്റില്ല, ഇവരുടെ കല്യാണം കഴിഞ്ഞു. ഈ കാര്യം ഗുണ്ട ഉണ്ടല്ലോ MLA വിളിച്ചു പറഞ്ഞ സമയത്ത് MLA പറയാണ്, എന്റെ മോളെ കല്യാണം നടത്താൻ ആ ബസ്സിലുള്ള ആൾക്കാർ അവരാരടാ, ഒന്നിനെ പോലും വെക്കാൻ പാടില്ല, എല്ലാത്തിനും വെട്ടി നുറുക്കിയേക്കെന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ഗുണ്ട പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് നമ്മുടെ ഗുണയ്ക്ക് നേരെ ഒരൊറ്റ വീശലാണ്. അവന് പിടിച്ചു മാറ്റിയാണ് നന്ദിനി. അതുകൊണ്ട് ആ ഒരു വെട്ട് കൊണ്ടത് നന്ദിനിയുടെ കഴുത്തിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീണ് അവൾ അവിടെ നിന്ന് മരിക്കുകയാണ്. പാവം ഗുണയാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വരദൻ ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് കൂട്ടത്തിൽ ഒരു തന്നെ നെഞ്ചാങ്കോട് വെട്ടിച്ച് പൊളിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് കുറച്ചു മുന്നേ നമ്മുടെ കല്യാണി സ്വപ്നത്തിലൂടെ കണ്ടത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, അവന്മാരുടെ ആയുധം വെച്ച് തന്നെ ഓരോന്നിനെയായിട്ട് വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്തെ തന്നെ കണ്ടക്ടർ പറയാണ്, ഡ്രൈവറെ നിങ്ങൾ വണ്ടി എടുക്കുക, അവന്മാർ കുറെ വരുന്നുണ്ടാവും, നമുക്ക് തൽക്കാലം രക്ഷപ്പെടാന്ന് പറയാണ്. അതായത് ഡ്രൈവർ വേഗം വണ്ടി എടുക്കണം. അതേ സമയത്ത് തന്നെ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒരു കൺട്രോളും ഇല്ലാതെയാണ് ബസ് അങ്ങനെ പോകുന്നത്. ഇതിനിടയിൽ ഒരു ഗുണ്ട വന്ന് ഡ്രൈവറുടെ കഴുത്തിന് വെട്ടുന്നുണ്ട്. ഇപ്പൊ ഡ്രൈവറുടെ സകല കൺട്രോളും പോയി, ഇയാൾ അവിടെ വീണ് പോവാണ്. അങ്ങനെ ബസ് ഒരു കൺട്രോളും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതിനെതിരെയായിട്ട് ഒരു അംബാസിഡർ കാർ വരുന്നുണ്ട്. ആ കാറ് ഇപ്പൊ ആക്സിഡന്റ് ആവുകയാണ്. ആ കാറാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു ബസ്സാണെങ്കിൽ ഡ്രൈവറുടെ കൺട്രോളിലല്ല, എങ്ങോട്ടേക്കോ ബസ് പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു വലിയ കൊക്കയുടെ മുകളിൽ ചെന്നിട്ടാണ് ഈ ഒരു ബസ് നിൽക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു ബസ്സിന്റെ ഡ്രൈവർ പൂർണ്ണമായിട്ട് മരിച്ചിട്ടുണ്ട്. ഇയാളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയോ ഒരു കയറെല്ലാം പുറത്തേക്ക് കെട്ടി എറിഞ്ഞ് ഒരുവിധം ബാലൻസ് ചെയ്ത ആ ഒരു ബസ്സിനെ ഇപ്പൊ നമ്മുടെ വരദ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പതിയെ ഓരോരുത്തരെയായിട്ട് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വരദനെ കൊണ്ട് പറ്റുന്നില്ല. ഇതിനിടയിൽ ആ ഒരു വക്കീലുണ്ടല്ലോ, ഇയാൾ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിൽ പിടുത്തം വിട്ട് ആ ഒരു ബസ്സിന്റെ ചില്ലിലേക്ക്, അതായത് കണ്ണാടിയിലേക്ക് ചെന്ന് വീഴുകയാണ്. ഓൾറെഡി അതില് നമ്മുടെ വരദന്റെ വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന ഒരുപാട് ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവന്മാരുടെ കൂടെ ഈ വക്കീല് താഴേക്ക് പോവുകയാണ്. ഇത് കണ്ട് നിലവിളിക്കാൻ മാത്രമേ അയാളുടെ ഭാര്യയ്ക്ക് പറ്റിയുള്ളൂ. പിന്നീട് പല ആൾക്കാരെയും വരദ പരമാവധി രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടന്നില്ല കേട്ടോ. 4 പേർക്ക് മാത്രമേ ആ ഒരു ബസ്സിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയുള്ളൂ. ആ കൂട്ടത്തിൽ വരദയുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ആ ഒരു ബസ് ഓടുക്കാന് തന്നെ താഴേക്ക് വീണു. പൂർണ്ണമായിട്ടും ആ ഒരു ബസ് പൊട്ടിത്തകർന്ന് എല്ലാവരും മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. വരദൻ അതുപോലെ തന്നെ പവിത്ര ഇവരുടെ നിർദ്ദേശപ്രകാരം വലിയൊരു സെർച്ചിങ് ടീം തന്നെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ആ കൊക്കയുടെ താഴെയായിട്ട് ഒരു വലിയ നദിയായിരുന്നു. ആ നദിയുടെ പല ഭാഗത്തായിട്ട് പല ടീമുകൾ വന്ന് എത്രയോ നേരം സെർച്ച് ചെയ്തു. എന്നാൽ ഇത്രയും നേരമായിട്ടും അങ്ങനെ ഒരു ബസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പല ഉദ്യോഗസ്ഥരും വന്ന് പറയുന്നുണ്ട്, സാറേ ഈ ഭാഗത്തേക്കാ വീണതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഏരിയയിൽ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ നമുക്ക് എവിടെയും നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാൻ വരദൻ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും കുറച്ച് ഡീപ്പായിട്ട് ഈ ചളിയിലൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ എന്തോ ഒന്ന് തടയുന്നുണ്ട്. അങ്ങനെ അവസാനം ക്രെയിനില് അത് മുകളിലേക്ക് പൊന്തിക്കുകയാണ് കേട്ടോ. ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി. വെള്ളത്തിലേക്ക് വീണ ഒരു ബസ് തന്നെയാണ് ക്രെയിൻ ഇപ്പൊ പൊന്തിച്ചത്. പക്ഷെ തുരുമ്പായിട്ട് ആകെ ദ്രവിച്ചു പോയ ഒരു പഴയ ബസ്, അതിൽ ഒരുപാടധികം അസ്ഥികൂടങ്ങൾ ദ്രവിച്ചു കിടക്കുകയാണ്. വരദൻ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയാണ് ഈ ബസ് വീണതെങ്കിൽ ഒരിക്കലും ഈ അവസ്ഥയിലാവില്ല. എത്രയോ വർഷം പഴക്കുണ്ട് അതിന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വരദൻ, അതുപോലെ തന്നെ വരദന്റെ കൂടെ ഉണ്ടായിരുന്ന മണി, പിന്നെ ആ ഒരു കള്ളനുണ്ടല്ലോ സത്യ, പിന്നെ ആ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള കല്യാണി, ഇവരൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി ഇവരെല്ലാവരും നേരിട്ട് കണ്ടെയാണ് അവരാണ് ഈ രീതിയിൽ ദ്രവിച്ചു കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സത്യ എന്ന് പറഞ്ഞ ആ ഒരു കള്ളനുണ്ടല്ലോ, അവൻ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. അതായത് ഇന്നലെ രാത്രി അവൻ ഉപദേശിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ മറ്റാരുമല്ല അവന്റെ അമ്മയായിരുന്നു. അവന് 3 വയസ്സുള്ള സമയത്ത് അവനെ നോക്കാനായിട്ട് തിരുപ്പൂരിലേക്ക് പുറപ്പെട്ടതാണ് അവന്റെ അമ്മ. എന്നാൽ ഇതുവരെയായിട്ടും അമ്മയെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. സോ ഇതവൻ മനസ്സിലാക്കി അവൻ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. എന്റെ അമ്മ പോയി സാറേ എന്ന് പറഞ്ഞിട്ട്. അവന്റെ ചെറിയ പ്രായത്തിൽ പോയതാണ്. ഇത് കേട്ട് വരദൻ വീണ്ടും ഞെട്ടുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ ഈ സംഭവിക്കുന്നേ? അതായത് ഒരിക്കലും ഇന്നലെ രാത്രി വീണ ഒരു ബസ്സല്ല ഇത്. അതുപോലെ തന്നെ റെക്കോർഡിക്കലി ഈ ഒരു ബസ്, അതായത് TN43N0715, ഈ ഒരു ബസ് ഈ അടുത്ത കാലത്തൊന്നും ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതിന്റെ ഓഫീസിലേക്ക് ഇവർ രണ്ടുപേരും പോവുകയാണ്. ഈ ഒരു ബസ്സിന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അതിന്റെ ആ ഒരു ഡീറ്റെയിൽ തരാൻ വേണ്ടി വരദനും പവിത്രനും പറയാണ്. അങ്ങനെ അവിടുത്തെ ആ ഒരു ഓഫീസർ ഈ ബസ്സിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടും എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓഫീസർ പറയാണ്, അവസാനമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടത് 2000
2000-ലാണ്, വർഷം 2000 വർഷം ഫെബ്രുവരി മാസത്തിൽ. പിന്നീട് പുറപ്പെട്ട ആ ഒരു ബസ്സിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ആകെയുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഊട്ടിയിലെ SI അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ഒരു വക്കീലിനെയും ഫാമിലിയും അതിൽ കയറ്റി വിട്ടു എന്നത് മാത്രമാണ്. എന്തായാലും നമ്മുടെ വരദൻ വീണ്ടും ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം പോയിട്ട് ഊട്ടിയിലെ ആ ഒരു SIയോട് പറയണം. അയാൾക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. അയാൾ പറയാണ് 16 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എന്റെ ചേട്ടനെ ഇതുപോലെ കയറ്റി വിട്ടതാണ് എന്ന്. ഇതുവരെയായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതുപോലൊരു ബസ് അപകടത്തിൽപ്പെട്ടു, അതിൽപ്പെട്ട് നിങ്ങളുടെ ചേട്ടനും കുടുംബവും മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ SI കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ 16 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു ഹണിമൂൺ കൊലപാതക കേസ് ഉണ്ടല്ലോ, അതായത് സ്വർണ്ണം എടുക്കാനായിട്ട് 2 ദമ്പതികളെ കൊന്നില്ലേ, ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ആ കേസുമായി ബന്ധപ്പെട്ട ആ 3 കള്ളന്മാരും ഈ ബസ്സോടക്കനെ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നമ്മുടെ വരദൻ ഒരു കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്തായിരുന്നല്ലോ, അത് ഇന്നലെ അല്ല നടന്നത്, 16 വർഷങ്ങൾക്ക് മുന്നേ ഈ 3 കള്ളന്മാര് കൊന്നെയാണ്. അപ്പോ ആ ഒരു ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ അവരും ആ ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ആ ഒരു മർഡർ നടന്നത് 16 വർഷങ്ങൾക്ക് മുന്നെയാണ്. ടോട്ടലി നമ്മുടെ വരദനും പവിത്രയും കൺഫ്യൂഷൻ ആകുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വരദൻ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പവിത്രയ്ക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതെന്താ വരദ ഇവിടെ നടക്കുന്നതെന്നൊക്കെ പവിത്ര ചോദിക്കുകയാണ്. അപ്പൊ വരദൻ പറയാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനു മുന്നേ ഇങ്ങനൊരു കാര്യം നമ്മുടെ പുറം നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബസ് 375 എന്നൊരു ഇൻസിഡന്റ് ഉണ്ട്, നീ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു പറയണം. പവിത്ര ഇപ്പോൾ വേഗം മൊബൈൽ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെ ഒരു സംഭവമാണ്. പിന്നീട് നേരെ വരദനും പവിത്രയും കൂടിയിട്ട് സർക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് നടന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് പറയാണ്. അതായത് ആ ബസ്സിൽ MLAയുടെ മകളും അതുപോലെ തന്നെ അവളുടെ കാമുകനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഊട്ടിയിലെ SI ഉണ്ടല്ലോ, അയാളുടെ ചേട്ടനും ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ 16 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കൊലപാതകത്തിലെ 3 കള്ളന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട സമയത്ത് സർക്കിൾ ചോദിക്കുകയാണ്, നീ എന്താടാ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു? എല്ലാം നേരിട്ട് കണ്ടതുപോലെ പറയുന്നു. ഇത് കേട്ട സമയത്ത് എല്ലാവരും ചിരിക്കുകയാണ്. കൂട്ടത്തിൽ വരദനും ഒന്ന് ചിരിക്കുന്നുണ്ട്. ചിരിക്കട്ടെ, കാരണം ഈ ഒരു കാര്യമൊന്നും ഇവരൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. പക്ഷെ വരദൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഈ MLAയുടെ മകളുടെയും കാമുകന്റെയും ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ സർക്കിളിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കൊല്ലാനായിട്ട് ഒരു കൂട്ടം ഗുണ്ടകൾ അയച്ചായിരുന്നു. 16 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും MLA ചെയ്തത് ഒരു ക്രൈം തന്നെയാണ്. സോ അയാളെ അറസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. പിന്നീടുള്ള എവിഡൻസിന് പുറത്ത് വരദനും അവിടെയുള്ള പോലീസുകാരും എല്ലാവരും കൂടെ നേരെ പോവുകയാണ്. അതായത് ഇത് വരദന്റെ കേസൊന്നുമില്ല, എന്നാലും 16 വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം മകളെയും കാമുകനെയും കൊല്ലാൻ ഗുണ്ടകൾ അയച്ച് ഇയാളെ വെറുതെ വിടാൻ പാടുവോ? 16 വർഷം കഴിഞ്ഞാലും ക്രൈം തന്നെയല്ലേ. സോ അവിടെ വെച്ച് തന്നെ ഇപ്പോൾ ഈ ഒരു MLA അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാളിപ്പോൾ ഭയങ്കര പവർഫുൾ ആണ്, നീ എന്നെ അറസ്റ്റ് ചെയ്താലും ഞാൻ പുറത്തേക്ക് വരും എന്നൊക്കെ വരദനോട് അയാൾ പറയുന്നുണ്ട്. എന്നാൽ വരദൻ പറയാണ്, ഉറപ്പായിട്ടും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് MLA ഗുണേശ്വരനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേസിൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ വ്യക്തമായി കിട്ടിയത് കൊണ്ട് തന്നെ ഇയാളുടെ സ്ഥാനങ്ങളൊക്കെ നഷ്ടമാകുകയാണ്. അതുപോലെ വരദൻ ഏത് കേസ് അന്വേഷിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ആ ഒരു കേസും ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിലെ പ്രതികൾ 3 പേരും മരണപ്പെട്ടിട്ടുണ്ട്, ആ 3 കള്ളന്മാർ തന്നെ. എന്തായാലും ഇതിനുശേഷം വരദനെ എടുത്തു വളർത്തിയ ഫാദറിന്റെ അടുത്തേക്ക്, അതായത് ആ ഓർഫനേജിലേക്ക് അവൻ പോവുകയാണ്. ഈ സമയത്ത് വരദനോട് ആ ഒരു ഫാദർ പറയാണ്, നീ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത് ആ ഒരു ചുരത്തിലെ 13ാമത്തെ വളവിലെ ഒരുപാട് വലിയ മിസ്റ്ററിയാണ്. ഒരുപാട് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. അതായത് ഊട്ടിയിൽ നിന്ന് ഒരു ദിവസം കോയമ്പത്തൂരിലേക്ക് ഒരു മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോവുമായിരുന്നു. ആ സമയത്ത് ആക്സിഡന്റ് ആയ ഒരു കാർ ഞങ്ങൾ കണ്ടു. ആ കാറിൽ ആരാണ് ഉണ്ടായിരുന്നതെന്ന് അറിയോ? നമ്മൾ സിനിമയുടെ ആരംഭത്തിൽ കണ്ടില്ലേ, ആ ഒരു ഭാര്യയും ഭർത്താവും അവര് തന്നെ. എന്നാൽ പരിശോധിച്ചപ്പോൾ അവര് 2 പേരും മരണപ്പെട്ടു പോയിരുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ കാറിന്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ ഒരു കൊച്ചു പയ്യനായിരുന്നു. ആ പയ്യൻ മറ്റാരുമല്ല വരദ, അത് നീ തന്നെയാണ്. നിന്റെ അച്ഛന്റെയും അമ്മയുടെ രഹസ്യം ഈ സമയത്തെങ്കിലും എനിക്ക് എന്നോട് പറയണം. എന്നിട്ട് അച്ഛന്റെയും അമ്മയുടെ ആ ഒരു ഡയറി വരദന കയ്യിൽ കൊടുക്കുന്നുണ്ട്. അമ്മയുടെയും അച്ഛന്റെയും ആ ഒരു ഫോട്ടോ ആദ്യമായിട്ടാണ് വരദൻ കാണുന്നത് കേട്ടോ. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അതായത് ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇതൊന്നും യാദൃശികമായിട്ട് നടക്കുന്നതല്ല. പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. എന്തായാലും അവന്റെ അച്ഛന്റെയും അമ്മയുടെ ആ ഒരു ഡയറി കയ്യിലും വെച്ച് വരദൻ പല തവണ 13ാമത്തെ ആ ഒരു ഹെയർ പിന്നിൽ പോയി ഇരിക്കുന്നുണ്ട്. എന്നെങ്കിലും ആ ഒരു ബസ് ഇനിയും തിരിച്ചു വരുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ. കാരണം ഇതെന്തോ ഒരു ടൈം ലൂപ്പ് പോലെയാണ്. അന്ന് സംഭവിച്ച ആ ഒരു കാര്യങ്ങൾ എന്തോ വരദന് വേണ്ടി വീണ്ടും റിപ്പീറ്റ് ആകുന്നത് പോലെ. കാരണം ആ കാർ ആക്സിഡന്റ് ആയത് എങ്ങനെയാണ്? ഈ ബസ് ഇടിച്ചിട്ടാണ്. ആ നേരത്ത് അതിൽ നമ്മുടെ വരദൻ ഉണ്ടായിരുന്നു. അതായത് 16 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ്, അന്ന് യാത്ര ചെയ്ത ആ ഒരു ബസ്സിൽ എങ്ങനെയോ നമ്മുടെ വരദനെത്തി. ഈ സമയത്തിന്റെ ഓരോ മായാജാലങ്ങൾ എന്നൊക്കെ പറയാം. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അത് മനസ്സിലാക്കാനോ സങ്കല്പിക്കാനോ കഴിയില്ല. അതൊരു മിസ്റ്ററി തന്നെയാണ്. കുറെ കാലം വരദൻ ആ ഒരു ചുരത്തിൽ പോയിട്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി കാത്തിരുന്നെങ്കിലും അവരെ കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പോ 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. വരദൻ നമ്മുടെ പവിത്രയെ വിവാഹം കഴിച്ചു. അവർക്ക് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വരദൻ നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരത്തിന് അവന്റെ ഒരു ഫ്രണ്ട്, ഒരു പോലീസുകാരിയാണ് വിളിച്ചിട്ട് നാളെ എൻഗേജ്മെന്റ് ആണ്, എന്തായാലും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വരദൻ പറയണം, അയ്യോ അത് പറ്റില്ല കേട്ടോ, നാളെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മ ദിവസമാണ്, അതായത് അച്ഛനും അമ്മയും മരിച്ച ദിവസമാണെന്ന് പറയണം. പെട്ടെന്ന് ഈ ഒരു കാര്യം കേട്ടപ്പോൾ പവിത്രയ്ക്ക് എന്തൊരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. അതായത് നാളെ ഫെബ്രുവരി 29 ആണല്ലേ. വരദൻ ഫോൺ വെച്ച് കഴിഞ്ഞ സമയത്ത് ഇപ്പൊ വരദനോട് പവിത്ര ഒരു
കാര്യം പറയുന്നുണ്ട്, വരദൻ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അവസാനമായിട്ട് ഈ ഒരു ടൈം ലൂപ്പ്, അതായത് ആ ഒരു ബസ് നീ എപ്പോഴാണ് കണ്ടത്? ഫെബ്രുവരി 29, 2016. ഫെബ്രുവരി 29 എന്ന ആ ഒരു ഡേറ്റ് 4 വർഷം കൂടുമ്പോഴാണ് വരിക. അല്ലാത്ത വർഷങ്ങളിലൊക്കെ ഫെബ്രുവരി 28 വരെ ഉണ്ടാവുള്ളൂ. അതായത് 2016 ഈ ഒരു സംഭവം കഴിഞ്ഞു, ഇപ്പൊ 4 വർഷമായി. ഇപ്പൊ 2020 ഫെബ്രുവരി 29 നാളാകാൻ പോവുകയാണ്. അതായത് 4 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ 29 വരാൻ പോകുന്നത്. സോ അന്നുണ്ടായിരുന്ന ആ ഒരു ടൈം ലൂപ്പ് ഇന്ന്, അതായത് ഇന്ന് 12 മണി കഴിഞ്ഞു. അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2020 ഫെബ്രുവരി 29 ആണ്. സോ ഇന്ന് ആ ടൈം ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിന്റെ അച്ഛനും അമ്മയും മരിച്ചതും ഇതുപോലെ തന്നെയല്ലേ? 2000 ഫെബ്രുവരി 29 സോ ഇത് കേട്ടപാടിന് വരദൻ നേരെ ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. പവിത്ര പറഞ്ഞതുപോലെ വീണ്ടും ആ ഒരു ടൈം ലൂപ്പ് നടക്കോ ഇല്ലയോ എന്നൊന്നും അവന് അറിയില്ല. എന്നാലും കൊടയും ചൂടി ആ ഒരു മഴയത്ത് അവൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം. അധികം വൈകിയില്ല. അവന്റെ കണ്ണുകൾ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. ദാ വരുന്നു ആ ഒരു ബസ് വീണ്ടും TN 43N 0715. അവരന്താളിപ്പിൽ കണ്ണും തള്ളി കുറച്ചു നേരം അവൻ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ബസ് നിർത്തിയപ്പോൾ ആ ഒരു കണ്ടക്ടർ ഉണ്ടല്ലോ, ഇയാൾ ചായ കുടിക്കാനായിട്ട് വരികയാണ്. ഇതേ കണ്ടക്ടർ തന്നെയാണ് നമ്മുടെ വരദൻ 4 വർഷങ്ങൾക്ക് മുന്നേ കണ്ടത്. അതുപോലെ തന്നെ ആ 3 കള്ളന്മാരും ഇപ്പൊ ബസ്സിൽ വന്ന് കയറുകയാണ്. യെസ്, ആ ടൈം ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. പിന്നീട് പതിയെ ആ ഒരു ബസ്സിലേക്ക് വരദൻ കയറാൻ നിൽക്കുമ്പോൾ മറ്റൊരാൾ കൂടെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. കള്ളനായിട്ടുള്ള സത്യ. അതായത് വരദന്റെ കൂടെ തന്നെ ഈ ഒരു കേസിന്റെ പിന്നാലെ സത്യയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. വരദനോട് ചോദിച്ച് കരഞ്ഞ് പറഞ്ഞ് അവനും ആ ഒരു ബസ്സിലേക്ക് കയറുകയാണ്. കാരണം ആ ഒരു ബസ്സിൽ അവന്റെ അമ്മയുണ്ട്. അങ്ങനെ അമ്മയുടെ മുന്നിൽ പോയിട്ട് ഈ സത്യ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. എന്നാൽ ആ ഒരു അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല ഇത് അവരുടെ മകനാണ്, വളർന്ന് വലുതായതാണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കണ്ട് നമ്മുടെ വരദന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ വരദന് അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ്. അവരുടെ ഓർമ്മ പോലും വരദന്റെ ഉള്ളിൽ ഇല്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വരദൻ എങ്ങനെയാണ് ഈ ഒരു കേസിലേക്ക് എത്തിപ്പെട്ടത്? അതെല്ലാം ഒരു നിയോഗമാണ്. അതായത് അവൻ വേണമെന്ന് വെച്ച് ഒരു കേസ് എടുത്തതല്ല, കണ്ണടച്ച് ഒരു കേസിൽ തൊട്ടതാണ്. ഒരു നിയോഗം പോലെ തന്നെ ആ ഒരു ഹണിമൂൺ മർഡർ കേസിലേക്ക് അവൻ എത്തി. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ ബസ്സിലേക്കും നമ്മുടെ വരദനെത്തി. അങ്ങനെ അവന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മരണപ്പെട്ടത്, ആ ഒരു മിസ്റ്ററിയിലേക്ക് തന്നെ അവനേക്ക് എത്താൻ പറ്റി. എന്നാൽ എന്തുകൊണ്ട് ഇത് ആക്ച്വലി സംഭവിക്കുന്നു എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ബസ് സ്റ്റാൻഡ് വിട്ട് പതിയെ പതിയെ ആ ഒരു ബസ് മുന്നോട്ടേക്ക് പോവാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സമയം എന്താണ്? ഈ സമയം, കാലം നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വലിയ മിസ്റ്ററി തന്നെയാണ്. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ ഭൂതകാലം, ഭാവി കാലം, ഇപ്പൊ വർത്തമാനകാലം, ഇതെല്ലാം നേരത്തെ തന്നെ എഴുതപ്പെട്ടതാണെങ്കിലോ അല്ലെങ്കിൽ സംഭവിച്ചതാണെങ്കിലോ നമ്മൾ ആ ഒരു ടൈം ലൈനിലൂടെ മൂവ് ചെയ്യുന്നു മാത്രമാണെങ്കിലോ എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കുറച്ചെല്ലാം തല പുകഞ്ഞ് ആലോചിക്കേണ്ടി വരും. ശരിക്കും ഇങ്ങനെ ഒരു തിയറിയും ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ നിന്നാൽ ഒരുപാട് പറയേണ്ടി വരും. സോ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഈ ഒരു കഥ ഇത് ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.